ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വരലക്ഷ്മി വ്രതത്തിന് നമ്മൾ കലശം റെഡിയാക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. ഞാൻ അലങ്കരിച്ചൊക്കെ കഴിഞ്ഞു. ഇനി കലശത്തിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇത് രണ്ട് കലശം മാതിരിയാണ് വെച്ചിരിക്കുന്നത്. താഴത്തെ കലശമല്ല, താഴത്തെ പറയാണ് വെച്ചിരിക്കുന്നത്. ഭഗവതിയുടെ ബോഡി ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് അരിയാണ് നിറച്ചിരിക്കുന്നത്. മുകളിലത്തെ കലശത്തിൽ വെള്ളം നിറച്ചു. ഒരു 1/4 ഭാഗം വെള്ളം നിറച്ച് മഞ്ഞൾ പൊടിയിട്ടു. അതുപോലെ തന്നെ ചന്ദനം, പിന്നെ കുങ്കുമം അതിട്ടു. പിന്നെ ഇത് പച്ചക്കർപ്പൂരം, നമുക്കതും ഇടാം. ഇനി അത് കഴിഞ്ഞിട്ട് ജാതിക്ക, ഏലക്ക, ഗ്രാമ്പു, സുഗന്ധദ്രവ്യങ്ങൾ ഇടണം. അതുപോലെ തന്നെ വെറ്റില, അടയ്ക്കയും നാണയവും ഇതും ഇടണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ അതിലേക്ക് ഇട്ടു. ഇനി നാരങ്ങ ഒരെണ്ണം വേണം, അതിട്ടു. അതിനുശേഷം തിരുമഞ്ജനപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. രാമച്ചൊക്കെ ചേർത്ത ഒരു പൊടിയാണ്, കസൂരി മഞ്ഞളൊക്കെ ചേർത്ത്. ഇത് റോസ് വാട്ടറാണ്. ഇത് ജവാദ്, നല്ല സുഗന്ധം പരത്തുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം അതിൻ്റെ അകത്ത് ഇടണം. അതിനുശേഷം മാവില വെച്ചു. 5, 7 എന്ന രീതിയിൽ മാവില വയ്ക്കാം. എന്നിട്ട് മഞ്ഞൾ പുരട്ടിയ തേങ്ങ, കുങ്കുമം തൊടിയിച്ചിട്ട് അതും വെച്ചു. ഇനി ഇതിൻ്റെ മീതെ ഞാൻ അലങ്കരിക്കുകയാണ് ചെയ്തത്. നമുക്കുള്ള മുഖം, ദേവിയുടെ മുഖം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയും വയ്ക്കാം. അപ്പോൾ ഞാനതൊന്ന് അലങ്കരിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ ദേവി ഒരുങ്ങിക്കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.